വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ലോകത്ത് പക്ഷേ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് മലേഷ്യയിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാനിന്ന് പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? സെറ്റിയാലോ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. ഇവിടെ ഫുൾ മാർക്കറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് ഭയങ്കര മഴയായി. മഴ കാരണമാണ് ഇവിടെ കയറി നിൽക്കുന്നത് തന്നെ. ഏതായാലും മഴയായതുകൊണ്ട് തന്നെ നമ്മൾ അവിടെയുള്ള കുറച്ച് ഷോപ്പിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. ഒന്നും വാങ്ങിക്കാനൊന്നുമില്ല, എന്നാലും ഈ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഫുള്ള് മേക്കപ്പ് പ്രൊഡക്റ്റാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പെർഫ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല. ഓഫർ നടക്കുകയാണ് ഇവിടെ. പെർഫ്യൂമിൻ്റെ സെക്ഷനിൽ പോയപ്പോഴോ വെറൈറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പെർഫ്യൂം. അത് കഴിഞ്ഞ് നമ്മൾ മാർക്കറ്റിലോട്ട് ഇറങ്ങിയ കേട്ടോ. കുറച്ച് കടയെല്ലാം ഓപ്പണായി വരുന്നതേ ഉള്ളൂ. മഴ കാരണമാണെന്ന് തോന്നുന്നു. നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരു 4:45 ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. ചിക്കനെല്ലാം ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു റൈസും കൂടി ഉണ്ട്. അധികം തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി അധികം തിരക്കൊന്നും ഇല്ലയെന്ന്. തെച്ചുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുക. അതിനിടയ്ക്ക് ഒരു കടയിൽ കയറി ലോലിപോപ്പൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ചക്ക കണ്ടു. ചക്കയൊക്കെ നല്ല ക്ലീൻ ചെയ്ത് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ഫ്രൂട്ട്സൊക്കെ അവിടെ ഉണ്ട്. അധികം ചിക്കൻ്റെ ഐറ്റംസാണ് കുറേ ഉള്ളത് അവിടെ. ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഫുഡ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഒരു സാധനം, ചിക്കൻ്റെ ഐറ്റംസ് ഉണ്ട്, അങ്ങനത്തെ വെജ് ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ പേരെനിക്ക് അറിയില്ല. അപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരെന്നെ സ്റ്റീം ചെയ്തിട്ട് നമുക്ക് തരും. എന്നിട്ട് അത് ഒരു സോസിൽ മുക്കിയിട്ട് കഴിക്കാം. ഞാൻ ഇതിൻ്റെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. വേറൊരു മാർക്കറ്റിൽ പോയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഈ വോയിസിൻ്റെ ഇടയ്ക്ക് പല ശബ്ദങ്ങളും കേൾക്കും. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോള് കച്ചറ ഉണ്ടാകും. ഇടയ്ക്ക് വന്നിട്ട് കൂക്കായിക്കുന്നുള്ളത് നടക്കും. അത് നിങ്ങൾ കാര്യമാക്കേണ്ട. ബൈ ഈ ഒരു സംഭവമില്ലേ, ഇത് കണ്ടാൽ ദോശയെന്ന് വിചാരിക്കും. പക്ഷെ ദോശയല്ല, കേക്ക് പാൻ കേക്കിൽ എക്സാക്റ്റ് പാൻ കേക്കാണെന്ന് അല്ല ഞാൻ പറയുന്നത്. അങ്ങനത്തെ ഒരു സംഭവം. എന്നിട്ട് ആ ഒരു ദോശയിൽ നമുക്ക് വേണ്ട ഫില്ലിങ്സ് അവർ ഫില്ല് ചെയ്ത് തരും. എന്താ വെച്ചാൽ ബനാന, കൊക്കോ, പിന്നെ ന്യൂട്രില്ല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ്, ബനാനേൻ്റെ ആണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ നമുക്ക് കഴിക്കാൻ പറ്റൂല. ഒരു ലിമിറ്റിന് ഒരു 3-4 പീസൊക്കെ. ഇത് കണ്ടോ, ഇടിയപ്പം പോലെ ഉണ്ട്, നൂലായിട്ട്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ലൈവായിട്ടാണ് അവിടുത്തെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് നൂഡിൽസ് ഉണ്ട്, ഫ്രൈഡ് റൈസ്, അങ്ങനത്തെ മലേഷ്യൻ ഫ്രൈഡ് റൈസ്, അങ്ങനെയൊക്കെയാണ്. നമ്മളെ നാട്ടിലത്തെ ടേസ്റ്റ് എന്തായാലും കിട്ടൂലല്ലോ. ഇത് നമ്മളെ നാട്ടിലെ കൊടുമ്പുളി അതന്നെയാണ് തോന്നുന്നു. അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഏത് വശത്തേക്കാണ് നോക്കേണ്ടത് തിരിയുന്നില്ല. അമ്മാതിരി സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് തിരക്കൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴയൊക്കെ പോയതുകൊണ്ട് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. ഇത് നമ്മുടെ നാട്ടിലെ കോണ്. ഇത് ചിക്കൻ്റെ വിൻസാന്ന് തോന്നുന്നു, ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ എല്ലാം വവ്വാലിൻ്റെ ഇതാണോ എനിക്കറിയില്ല. ഇതാണ് കുറേ മിഠായി ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഉത്സവപ്പറമ്പിലൊക്കെ കാണൂലേ, കുറേ മിഠായിയൊക്കെ നിരത്തി വെച്ചിട്ട്. അതുപോലത്തെ 2-3 എടുത്തിട്ടുണ്ടായിരുന്നു. അത് ടേസ്റ്റ് നോക്കണം. ഈ ചേട്ടൻ സൂപ്പറാണ്. ഈ ചേട്ടൻ പറഞ്ഞു ഇത് ചൈനീസ് ദോശയാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. ടേസ്റ്റ് ഒന്നും നോക്കിയിട്ടില്ല. അവിടെ നിന്നും നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടത്താം. അതിനടുക്കാന്ന് ഈ കുട്ടീനടുക്ക് ഒരു ചെറിയ പപ്പീനെ കണ്ടത്. ദച്ചു ഏതിനും കണ്ടത് ഇങ്ങനെ അവിടെ തന്നെ നിൽക്കണമെന്ന്. പിന്നെ എങ്ങനെയൊക്കെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് കുറേ കമ്മൽ, മാല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ലാസ്റ്റ് ദാഹിച്ചിട്ട് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ജ്യൂസ് കൊടുക്കുക. ഇത് ട്രയൽ നോക്കാൻ തന്നെ കേട്ടോ. ഇത് മുന്തിരീൻ്റെയാണ്. ഇതെന്തിൻ്റെയാണ് എനിക്ക് മനസ്സിലായിട്ട്. ദിച്ചുവിന് വേണ്ടാന്ന് പറഞ്ഞ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല, അത്ര തന്നെ. ലാസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവക്കാഡോ ആണ്. ദിച്ചുവിന് ഈ മുന്തിരീൻ്റെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടേ, അതാണ് ചിരിച്ചത്. ഞാനാ പറഞ്ഞ അവക്കാഡോ മേടിക്കാന്ന്. അപ്പോൾ ദച്ചുവിന് നല്ലതാണല്ലോ അവക്കാഡോ. തണുപ്പ് ദച്ചുവിന് കൊടുത്താൽ വലിയൊരു പ്രോബ്ലം ഉണ്ടാവാറില്ല. അതാണ് വാങ്ങിച്ചു കൊടുത്തത്. നമ്മൾ എന്നിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു സിറ്റിങ്ങിനുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് സമയം നടന്ന് കാലിന് ക്ഷീണിച്ചു. എന്നിട്ട് ഞാൻ ദച്ചുവിനോട് ചോദിക്കുകയാണ് കുറച്ച് തരുമോ എനിക്കിന്ന്. എന്നിട്ട് ആദ്യമൊന്നും തന്നില്ല, പിന്നെ എനിക്ക് തന്നു കേട്ടോ. വലിയ നമ്മൾ മധുരമില്ല. ഇവരെന്താ മധുരം ഇടാത്തത്? അങ്ങനെ മധുരം ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ അടിച്ചപാട് അങ്ങനെ തന്നതാന്ന് തോന്നുന്നു. നമ്മളിടയ്ക്ക് ജ്യൂസൊക്കെ കുടിക്കാൻ പോയാലും അവരെ നല്ല അടിപൊളിയായിട്ടല്ലേ തരിക. പക്ഷെ ഇതിന് മധുരമില്ല. ഇനി ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കും അറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ് അവക്കാഡോ. അത് കഴിഞ്ഞ് ഏട്ടൻ പറഞ്ഞു നമുക്ക് നടന്നുകൊണ്ട് കുടിക്കാമെന്ന്. എന്നിട്ട് അങ്ങനെ കുടിക്കാൻ വേണ്ടി നിന്ന് പിന്നെ നമ്മൾ റൗണ്ട് അടിച്ച് വരിക കേട്ടോ. ഒരു യു ഷേപ്പാണ് ആ ഒരു മാർക്കറ്റിന്. അപ്പം നമ്മൾ ചുറ്റി വരികയാണ്. അതിനിടയ്ക്കാണ് ഇതൊക്കെ കണ്ടത്. ഇതൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട പിക്ചർ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ അവർ ഡ്രോയിങ് ചെയ്തിട്ട് നമുക്ക് തരില്ലേ, അത് തിന്നാൻ. അതൊക്കെ ഞാൻ കുറേ കൊറിയൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്.
ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണല്ലേ, അതിൻ്റേതായിട്ടുള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട് കേട്ടോ. അതല്ലേ ഇതല്ലേ അത്, ആ ഒരു ഇതാണ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ പിന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രൂട്ട്സ് ഇതൊക്കെ ഇതില്ലേ, ഈ സുഷി ജാപ്പനീസ് ഫുഡ് അതൊക്കെ ട്രൈ ചെയ്യാനുണ്ട്, അതൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാനൊരിക്കൽ ട്രൈ ചെയ്യും. ഈ ഒരു ഫ്രൂട്ടില്ലേ, മലേഷ്യൻ്റെ ഫേമസ് ഫ്രൂട്ടാണിത്, ദുരിയാൻ എന്നാണ് പേര്. ഈ ഒരു സാധനം കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ ചക്കേൻ്റെ പോലെ ഉണ്ടാവും. എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് എന്താ അറിയോ, ഈ ടോം ആൻഡ് ജെറിയിൽ ടോമും ജെറിയും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നില്ല, അതാണ് ഈ ഒരു ഫ്രൂട്ട് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരിക കേട്ടോ. പിന്നെ അവിടെ നിന്ന് നടത്തും. ഫ്രഷ് ഫിഷാണ് കേട്ടോ ഇവിടെയൊക്കെ ഉള്ളത്. അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നല്ല ബോക്സിലാക്കിയിട്ട് നമുക്ക് തരും, വേണ്ടത് നമ്മൾ പറഞ്ഞാൽ. ഇതുണ്ടോ ഓരോരോ ഫുഡിൻ്റെ ആ ഒരു സൈഡിനും ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ഈച്ച വരാണ്ടിരിക്കാനില്ല എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. എൻ്റെ നിഗമനം വെച്ചിട്ട് അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. സോ നമ്മൾ പിന്നെ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ, എന്താണെന്നറിയോ, ഓയിസ്റ്ററാണ് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓയിസ്റ്റർ ഫ്രൈ ആണ്. അതിലവർ മുട്ടയും നമ്മളോട് ചോദിച്ച് സ്പൈസസ് എന്തെങ്കിലും വേണമെന്ന്, നമ്മൾ ചില്ലി ഇട്ടോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി തരുമോയെന്ന്. ടേസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ബീഫ് ഫ്രൈഡ് റൈസാണ് കേട്ടോ അടുത്ത് കാണുന്നത്. അതിൽ ഓയിസ്റ്ററും മിക്സ് ആക്കിയിട്ടൊക്കെ തരും. അങ്ങനെയാണ്, വെയിറ്റ് ചെയ്യാണ്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു പൊട്ടറ്റൻ്റെ ഒരു സാധനം. സത്യം പറയാലോ, നടന്ന് ക്ഷീണിച്ച് ഒരു വിധമായി. നടത്തോ ഇരിക്കണേ ഇല്ല, നമ്മൾ ഇരിക്കാൻ സ്ഥലമില്ല. ഇതാട്ടോ ഞാൻ പറഞ്ഞ പൊട്ടറ്റൻ്റെ സാധനം. ഇതൊരു ബൗള് പോലെയാണ്. കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വേറെയും കുറച്ച് ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മൾ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ദോശ, വെറൈറ്റി ദോശ. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട സാധനമാണ്. നമ്മൾ റൗണ്ട് അടിച്ച് വരുമ്പോൾ പിന്നെയും റിപ്പീറ്റ് അടിക്കുന്നതാണ് കേട്ടോ. കുറേ നല്ല കുപ്പികളുണ്ട്. ഇതുണ്ടോ വലിയൊരു ഞണ്ട്. ചക്കയൊക്കെ എന്തൊരു മധുരമെന്നറിയോ. ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചക്കയൊക്കെ, അടിപൊളിയായിരുന്നു, നല്ല മധുരം. നമ്മൾ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടി മധുരം ഉണ്ടെന്ന് തോന്നുന്നു ഇവിടുത്തെ ചക്ക. പിന്നെ നമ്മൾ വീട്ടിലെത്തി നമ്മൾ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പോകും. ആദ്യം റൈസും ഈ ചിക്കനും. ചിക്കൻ ഭയങ്കര എന്താണെന്ന് വെച്ചാൽ കണക്ക സുഖമുണ്ട്, റൈസ് ഒരു ചെറിയൊരു വേവ് കുറവ്, അങ്ങനത്തെ ഒരു ടൈപ്പ്. പിന്നെ ഞാൻ ചിക്കൻ കഴിക്കാൻ പോകുന്നു. ചിക്കൻ ഫുള്ളൊരു മധുരം പോലെ. അത് കഴിഞ്ഞ് ഓയിസ്റ്റർ കഴിക്കാൻ പോവാം കേട്ടോ. എങ്ങനെയുണ്ട് നോക്കാം. അത് ഞാൻ ഈ ചോപ്പ് സ്റ്റിക്കില്ലേ അതിനെ കൊണ്ടൊക്കെ വലിയ ആളെപ്പോലെ കഴിക്കാൻ നോക്കി. എന്നെ കൊണ്ട് ആവൂല ഇതൊന്നും. എന്നിട്ട് എന്ത് ചെയ്തു, ഏട്ടൻ കൈനെ കൊണ്ട് പൊട്ടിച്ചിട്ട് പിന്നെ ഞാനും എൻ്റെ തനി സ്വഭാവം പുറത്തിറക്കി. അപ്പം ഇത്രയും ബൈ.